നമസ്കാരം. പാസ്റ്റർ എൽവിസ് ഫോർ ചർച്ചിന്റെ ഒരു പ്രഭാഷണത്തിലെ വളരെ പ്രധാനപ്പെട്ട ചില വാദങ്ങളിലേക്കാണ് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഈ പ്രഭാഷണത്തിലെ ആശയങ്ങളെ നമ്മൾ 5 ഭാഗങ്ങളായിട്ടാണ് നോക്കുന്നത്. ഇത് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? എന്താണിതിലെ പ്രധാന ആഹ്വാനം? പിന്നെ എന്തുകൊണ്ടാണിത് എല്ലായ്പ്പോഴും നടക്കാത്തത്? ഇതെല്ലാം നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ശരി, അപ്പോ ഈ പ്രഭാഷണം തുടങ്ങുന്നത് തന്നെ ഒരു അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്നാണ്. അതായത് എല്ലാ ആത്മീയ ശക്തിയുടെയും ഉറവിടം എന്താണ് എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട്. ഇതൊരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. കണ്ടില്ലേ, ഈ ഒരു തിരുവെഴുത്തിലാണ് പാസ്റ്റർ തന്റെ വാദങ്ങൾ കെട്ടിപ്പടുത്തുന്നത്. അതായത് ഒരു പവർ സ്റ്റേഷനിൽ നിന്ന് കറണ്ട് വരുന്നത് പോലെ വിശ്വാസികൾക്ക് വേണ്ട എല്ലാ ശക്തിയും നൽകുന്ന ഉറവിടം ക്രിസ്തു ആണെന്ന് അദ്ദേഹം സമർത്ഥിക്കുകയാണ്. അപ്പോ ഈ ഒരു പൊതുവായ ആശയത്തിൽ നിന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാവുകയാണ്. നമ്മളെല്ലാവരും സാധാരണയായി ചെയ്യുന്ന ഒരു കാര്യത്തെ പാസ്റ്റർ ഇവിടെ എടുത്തു ചോദ്യം ചെയ്യുകയാണ്. അതായത് ഒരു രോഗശാന്തിയോ അല്ലെങ്കിൽ ഒരു ഭൂതോച്ചാടനോ നടക്കാതെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും അത് ദൈവഹിതമല്ലായിരുന്നു എന്ന്. പക്ഷെ പാസ്റ്റർ ചോദിക്കുന്നത് ഇത് നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ളൊരു വഴിയല്ലേ എന്നാണ്. ഈ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ വാദത്തിന്റെ പ്രധാന ഭാഗം. അതായത് യേശുവെ സൗഖ്യമാക്കണമേ എന്ന് ചോദിക്കുന്നതിൽ നിന്ന് നീ സൗഖ്യമാകുക എന്ന് വിശ്വാസി നേരിട്ട് കൽപ്പിക്കുന്നതിലേക്കുള്ള ഒരു വലിയ മാറ്റം, ഉത്തരവാദിത്തം പൂർണ്ണമായും മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, അല്ലേ? ഇത്രയും ധീരമായൊരാശയം എവിടെ നിന്നാണ് വരുന്നത്? അതിനെ പിന്തുണയ്ക്കാൻ പാസ്റ്റർ ബൈബിളിൽ നിന്ന് എന്ത് തെളിവുകളാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നത് ഇതാണ്: വിശ്വാസികൾ ദൈവത്തിന്റെ ശക്തിയുടെ വെറും കാഴ്ചക്കാരല്ല, മറിച്ച് ആ പവർ സ്റ്റേഷനിൽ നിന്നുള്ള കറണ്ട് കൊണ്ടുപോകുന്ന ഒരു വയറ് പോലെ ആ ശക്തിയെ സജീവമായി ഉപയോഗിക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. ഇതിന് ഉദാഹരണമായി എന്റെ വാക്കിനാൽ മഴ പെയ്യും എന്ന് പറഞ്ഞ ഏലിയാവിനെയും എന്നിലൂടെ ചെയ്ത പ്രവൃത്തികളെപ്പറ്റി പറഞ്ഞ പൗലോസിനെയും പാസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ രോഗശാന്തിക്കും ഭൂതോച്ചാടനത്തിനും നേരിട്ട് അയക്കപ്പെട്ട ശിഷ്യന്മാരെയും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, എന്നിലൂടെ. പൗലോസ് പറഞ്ഞ ആ കാര്യത്തിനാണ് ഈ പ്രഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. ഇത് ഓരോ വിശ്വാസിക്കും ഒരു മാതൃകയായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോ ഈ ആശയം വെറുമൊരു തിയറിയിൽ ഒതുങ്ങുന്നില്ല. ഇത് ഓരോ വിശ്വാസിയുടെയും പ്രായോഗികമായ ഉത്തരവാദിത്തങ്ങളായി മാറുകയാണ്. ഈ നിർദ്ദേശങ്ങൾ നോക്കൂ. ഇവ വെറും ഉപദേശങ്ങളല്ല, മറിച്ച് ശിഷ്യന്മാർക്ക് നൽകിയ നേരിട്ടുള്ള വ്യക്തമായ കൽപ്പനകളാണ്. ഈ കൽപ്പനകൾ ഇന്ന് നമുക്കെല്ലാവർക്കും ബാധകമാണ് എന്നാണ് പാസ്റ്റർ പറയുന്നത്. അപ്പോഴിതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, യേശു ചെയ്തോളൂമെന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് നിർത്തുക. പകരം അത് ചെയ്യാൻ അധികാരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണെന്നും അത് നിങ്ങളുടെ ചുമതലയാണെന്നും മനസ്സിലാക്കുക. അതാണ് ഈ പഠിപ്പിക്കലിന്റെ കാതൽ. ശരി, ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരു വലിയ ചോദ്യം മനസ്സിൽ വരും. വിശ്വാസികൾക്ക് ഇത്രയും വലിയ അധികാരമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഈ അത്ഭുതങ്ങളൊന്നും നടക്കാതെ പോകുന്നത്? ഭൂതത്തെ പുറത്താക്കാൻ കഴിയാതെ വന്നപ്പോൾ ശിഷ്യന്മാർ തന്നെ യേശുവിനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്: കർത്താവേ, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയാഞ്ഞത് എന്ന്. ആ ഒരു നിമിഷമാണ് പാസ്റ്റർ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. അതിന് യേശു കൊടുത്ത ഉത്തരം വളരെ ലളിതവും എന്നാൽ വളരെ ശക്തവുമാണ്. നിങ്ങളുടെ അവിശ്വാസം നിമിത്തം, അല്ലാതെ അത് ദൈവത്തിന്റെ ഇഷ്ടക്കേടുകൊണ്ടോ മറ്റെന്തെങ്കിലും കാരണമോ അല്ല, മറിച്ച് വിശ്വാസക്കുറവ് കൊണ്ടു മാത്രമാണ് അത് പരാജയപ്പെട്ടത്. ചുരുക്കിപ്പറഞ്ഞാൽ, ഈ പഠിപ്പിക്കൽ അനുസരിച്ച് ഒരു വിശ്വാസിക്കും അവർക്ക് നൽകപ്പെട്ട ശക്തിക്കും ഇടയിൽ നിൽക്കുന്ന ഏറ്റവും വലിയ തടസ്സം ഒന്നുമാത്രമാണ്. അത് അവരുടെ സ്വന്തം അവിശ്വാസമാണ്. അതുകൊണ്ട് പ്രഭാഷണം അവസാനിക്കുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: വെറുമൊരു ശീലം പോലെ യേശുവിന്റെ നാമം ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് കൽപ്പിക്കാനും പ്രവർത്തിക്കാനുമുള്ള അധികാരം എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. അപ്പോൾ അവസാനം ഈ പ്രഭാഷണത്തിന്റെ വിശകലനം നമ്മളോട് തന്നെ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നൊരു ചോദ്യമുണ്ട്: വിശ്വാസി എന്നത് ശക്തി കടന്നുപോകാനുള്ള ഒരു ചാനൽ മാത്രമാണോ, അതോ ആ ശക്തി നേരിട്ട് ഉപയോഗിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട വ്യക്തിയാണോ? ഇത് ശരിക്കും വിശ്വാസത്തെയും നമ്മുടെ ഉത്തരവാദിത്തത്തെയും കുറിച്ച് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കും.